ഈ പറഞ്ഞ ഉദാഹരണവും ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഖുർആനിൽ പലപ്പോഴും നമുക്ക് ഫ്രീ വില്ല് ഇല്ല എന്ന് തെളിയിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുക? ഖുർആനിൽ നമുക്ക് ഫ്രീ വില്ല് ഇല്ല എന്നറിയിക്കുന്ന ഒരൊറ്റ ആയത്തുമില്ല. നേരെ മറിച്ച് ഖുർആനിൽ നമുക്ക് ഫ്രീ വില്ല് ഉണ്ട് എന്നറിയിക്കുന്ന ഇഷ്ടംപോലെ ആയത്തുകളുണ്ട്. ഇതിപ്പോൾ 114 സൂറത്തുകളും എടുത്തു കഴിഞ്ഞാൽ അതിൽ അധിക സൂക്തങ്ങളും വിളിച്ചോതുന്നത് ഫ്രീ വില്ല് ഉണ്ട് എന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ 1-2 വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പലപ്പോഴും പറയുന്നതാണ് ജസാഅം ബിമാ കാനു യഅമലൂൻ. അവർ ചെയ്തതിനുള്ള പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ അടിമകൾ അവർ ചെയ്യുന്നതിന് എന്തുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ അമലിന് അവിടെ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ഫ്രീ വില്ല് ഉണ്ടെങ്കിലാണ്. അല്ലാണ്ട് അള്ളാഹു താല നമ്മുടെ മുന്നിലുള്ള ഈ പോസ്റ്റിനും അല്ലെങ്കിൽ ഈ മേശയ്ക്കും ഇതിനൊന്നും പ്രതിഫലം കൊടുക്കില്ലല്ലോ, കാരണം അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ വില്ല് വെച്ച് ചെയ്യുന്നതിനാണ് പ്രതിഫലം എന്നത്. ഇത് ഇഷ്ടംപോലെ ആയത്തുകളുണ്ട്. അതിന് പുറമെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഫമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യക്ഫുർ. ആവശ്യമുള്ളവർ വേണമെങ്കിൽ വിശ്വസിക്കട്ടെ, വേണമെങ്കിൽ അവിശ്വസിക്കട്ടെ. ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യം. വിശ്വസിച്ചാൽ അള്ളാഹു താല അതിന് പ്രതിഫലം നൽകും, അവിശ്വസിച്ചാൽ അതിന് അള്ളാഹു താല എന്ത്. ഇതൊരു ഭീഷണിയുടെ സ്വരം ഇതിലുണ്ട്. എങ്കിൽ പോലും ഇതിലും എന്തുണ്ട്, ഫ്രീ വില്ലിനെ കുറിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വചനങ്ങൾ ഫ്രീ വില്ല് ഉണ്ട് എന്ന് ഓതാൻ നമുക്ക് പറ്റും. ഫ്രീ വിൽ ഇല്ല എന്നതിന് വചനങ്ങൾ നിങ്ങൾക്കൊന്ന് ഓതി നോക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഈ ചോദ്യത്തിന് സാധാരണ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന ചില ആയത്തുകളുണ്ട്. അതൊന്നാണ് ലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ എന്ന് പറയുന്നത്. അതേപോലെ ലൗ ഷാ അല്ലാഹു ലജമാഅക്കും അലൽ ഹുദ, ലൗ ഷാ അല്ലാഹു അശ്റകു ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാലേ അതങ്ങനെ സംഭവിക്കുമെന്നുള്ള. അഥവാ നിങ്ങളിപ്പോൾ ഓതിയ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ നേർവഴിയിൽ അള്ളാഹു ആക്കുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മുശ്രിക്കീങ്ങൾ നമ്മോട് ശിർക്ക് വെക്കില്ലായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വലൗ ഷാ അല്ലാഹു മാ ഫഅലൂഹു, അവരത് ചെയ്യില്ലായിരുന്നു. ഈ വചനങ്ങൾ ഫ്രീ വിൽ ഇല്ല എന്നത് അറിയിക്കുന്നതിനുള്ള തെളിവുകളാണെന്നതാണ് ഈ വിവരമില്ലാത്ത കക്ഷികൾ ഓതുന്നത്. വാസ്തവത്തിൽ ഈ ആയത്തുകളൊന്നും ഫ്രീ വിൽ ഇല്ല എന്നറിയിക്കൂല. നേരെ മറിച്ച് നമ്മുടെ പ്രവർത്തികൾ മുഴുവൻ അല്ലാഹു തആല സൃഷ്ടിച്ചത് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിയിക്കും. ഈ ആയത്ത് നമുക്ക് ഒരു നിലയ്ക്ക് ഫ്രീ വിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതാണ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് നല്ലോണം വിശദീകരിക്കേണ്ട കാര്യമാണ്. പരമാവധി നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യം ഇവിടെ നടക്കും. അതിന് നമ്മുടെ ഫ്രീ വില്ലിനൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കള്ളിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ കള്ളെടുത്ത് ഞാനിങ്ങനെ കുടിക്കാൻ പോകുകയാണ്, അള്ളാഹു കാക്കട്ടെ. പക്ഷേ ആ കള്ളെടുത്ത് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുമ്പോൾ ഈ കയ്യിനെ അള്ളാഹുവിന് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് അഥവാ ജബർ ചെയ്ത് നിർബന്ധിച്ച് തടഞ്ഞു വെക്കാൻ പറ്റും. കൈ ഇങ്ങോട്ട് നീട്ടുമ്പോൾ കൈ ഇങ്ങോട്ട് നീങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് എൻ്റെ കൈ എങ്ങോട്ട് പോകുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്തില്ല, ഫ്രീ വില്ലില്ല. എൻ്റെ ഫ്രീ വില്ല് എടുത്ത് കളയപ്പെട്ടു. ഈ രൂപത്തിൽ ഞാൻ കള്ളു കുടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കതിന് പ്രതിഫലം കിട്ടുന്നതിൽ അർത്ഥം ഉണ്ടാകും. കാരണം ഇവിടെ എനിക്കെന്ത് കിട്ടിയിട്ടില്ല, ഫ്രീ വില്ല് കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എൻ്റെ പോക്കറ്റിൽ ഒരു 1000 രൂപയുണ്ട്, അല്ലെങ്കിൽ ഇത്ര പൈസയുണ്ട്, ക്യാഷ് ഉണ്ട്. ഒരു പാവപ്പെട്ട ആൾ വന്നപ്പോൾ അയാൾക്ക് എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ കൈക്ക് എത്ര പോക്കറ്റിലിടാൻ കൈ ശ്രമിക്കുമ്പോൾ കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല. കുറച്ചൊന്നെ അവിടെ സ്റ്റെക്കാക്കി വെച്ചിരിക്കുക. ഇങ്ങനെയും അള്ളാഹുവിന് ചെയ്യാം. അള്ളാഹുവിന് എന്തും ചെയ്യാം. കാരണം അവൻ്റെ പ്രപഞ്ചമാണ്, അവൻ്റെ കുദറത്താണ്, എന്തും ചെയ്യാം. ഇതിനൊന്നും നമ്മൾ പറഞ്ഞ എതിരല്ല. ഇങ്ങനെ അള്ളാഹു താല പിടിച്ചു വെച്ചു എന്നതുകൊണ്ട് എന്നിട്ട് ഞാൻ ഈ സ്വതക്ക കൊടുത്തില്ല എന്നതിന് അള്ളാഹു താല പ്രതിഫലം തരാതിരിക്കുക, അങ്ങനെ ഉണ്ടാകില്ല. നേരെ മറിച്ച് ഞാൻ പോക്കറ്റിൽ കൈയിടുമ്പോൾ എനിക്ക് കൈ ഇങ്ങനെ പൊന്തണം. അങ്ങനെ കൈയെടുത്ത് പൈസ എടുത്ത് ഞാൻ അയാൾക്ക് കൊടുക്കുമ്പോൾ ഈ നേരെ ആ സൃഷ്ടിപ്പ് അള്ളാഹു താല നടത്തി തന്നുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെന്ത് ലഭിക്കുക, പ്രതിഫലം ലഭിക്കുക. ഇനി ഈ ആയത്തിലേക്ക് വരാം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഹുദൈൻ്റെ മേൽ അള്ളാഹു ആക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു ഇവിടെയുള്ള ആളുകളുടെ മനുഷ്യന്മാരുടെയൊക്കെ ഫ്രീ വില്ല് എടുത്തു കളഞ്ഞിട്ട് എല്ലാവരെയും അള്ളാഹു താല നല്ല മനുഷ്യന്മാരാക്കുക എന്ന പ്രവൃത്തി അള്ളാഹു വേണമെങ്കിൽ ചെയ്യുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? ഫ്രീ വില്ല് കൊടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓതിയ വചനങ്ങൾ മുഴുവൻ എന്തിൻ്റെ മേൽ അറിയിക്കുന്നു? അറിയിക്കുക. ഒന്നുകൂടെ വിശദീകരിക്കാം. ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകാൻ ഒരാൾ ഉദ്ദേശിച്ചില്ല, ബാങ്ക് കൊടുത്തു. അവൻ്റെ ഉദ്ദേശത്തിൽ നിസ്കരിക്കാൻ പോകണ്ടാന്ന്. പക്ഷെ പടച്ചവൻ അവനെ ബലമായി പിടിച്ച്, അഥവാ അള്ളാഹു താല അവൻ്റെ കൈകളൊക്കെ ഇങ്ങനെ പിടിച്ച് ബലമായി ഇങ്ങനെ അവനെ പള്ളിയിലേക്ക് ഇങ്ങനെ തിരിച്ച് അവിടെ എത്തിച്ച് അവനെങ്ങനെ കൈ ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പൊന്തിപ്പിച്ച് തക്ബീറൊക്കെ കെട്ടി ഇങ്ങനെ നിർബന്ധിച്ച് അള്ളാഹുവിന് വേണമെങ്കിൽ നിസ്കരിപ്പിക്കാം. ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ്. പക്ഷെ അള്ളാഹ് അങ്ങനെ ചെയ്യില്ല. അള്ളാഹു താല എങ്ങനെയാണ്? നന്മകളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവന് സ്വതന്ത്രമായി വിട്ടുകൊടുത്തിരിക്കുക, തിന്മകളെ ചെയ്യാനുള്ള കാര്യങ്ങളും അവന് സ്വതന്ത്രമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന് ചില ഘട്ടങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്യാം? ഫ്രീ വില്ല് എടുത്തു കളയാം. എപ്പോഴും ഒരു മനുഷ്യന് ഫ്രീ വില്ല് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത് വളരെ ദുർബലമായൊരു സാധനമാണ്.
ഇപ്പോൾ ഒരു മഹാമനുഷ്യൻ അള്ളാഹു ആദരിക്കുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യുക, വാളെടുത്ത് ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു മഹാമനുഷ്യൻ, ഒരു നല്ലൊരു മനുഷ്യനെ ആക്രമിക്കാനായി ഒരു നീചനായ ആൾ വാളെടുത്ത് ഇങ്ങനെ പിന്നാലെ അയാളെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ അള്ളാഹു അയാളെ കൈ അങ്ങനെ പിടിച്ചു വെച്ചു. ഉണ്ടാകാം, ഇങ്ങനെ പിടിച്ചു വെക്കാം. ഇയാളുടെ ഈ കൈയിൻ്റെ സ്വാതന്ത്ര്യം ആർക്കും എടുത്തു കളയാം. ഇത് അയാളുടെ പ്രവൃത്തി അള്ളാഹുവിന് പടച്ചു കൊടുക്കണമെന്നില്ല. ഇതൊന്നും അള്ളാഹുവിന് നിർബന്ധമുള്ള കാര്യമില്ല. അവന് ജായിസായ സിഫത്തുകളാണ്. നമ്മളെ സൃഷ്ടിക്കൽ തന്നെ അവന് ജായിസാണ്. വേണമെങ്കിൽ സൃഷ്ടിക്കാം, വേണമെങ്കിൽ സൃഷ്ടിക്കണ്ട. അപ്പം നമ്മളുടെ ഉണ്മ തന്നെ അവൻ്റെ ഔദാര്യമാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അള്ളാഹു അവൻ്റെ ഇഷ്ടം പ്രകാരം അവൻ നമുക്ക് സൃഷ്ടിച്ചു തരുന്നു. ആ സൃഷ്ടിക്കുന്നത് കൊണ്ട് നാം നമ്മുടെ ഈ ഇഖ്തിയാർ കൊണ്ട് എങ്ങനെ അത് വിനിയോഗിക്കുന്നു എന്നിടത്താണ് വിഷയം കിടക്കുന്നത്.